എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നത്തെ വീഡിയോയിൽ കുറച്ച് രാശിക്കാരെക്കുറിച്ചൊന്ന് പങ്കുവെക്കാം. ഇവർക്ക് ഈ 2024 ഇവരുടെ ജീവിതത്തിലെ ഭാഗ്യവർഷം തന്നെയാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നോക്കം നിൽക്കാനായിട്ട് ഈ ഒരു വർഷം സാഹചര്യം കൂടുതലായിട്ട് സമ്മാനിക്കുന്നുണ്ട്. എന്തു ചെയ്താലും അത് 100% വിജയിക്കുന്ന നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ. ഇവരെ ഈ 2024 എന്തൊക്കെ നേട്ടങ്ങളാണ് തേടിയെത്തുന്നതെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച്. 2024 ചിത്തിര നക്ഷത്ര ജാതകർ കുടുംബസ്വത്ത് ലഭിക്കുന്നതിലൂടെ വലിയൊരു നേട്ടം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ പലരിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടാകും. ചിത്തിര നക്ഷത്രക്കാരായ രോഗികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചില സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം ഇവർക്ക് ലഭിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണത്തിന് അത് പുനരാരംഭിക്കാനും ചില സഹായങ്ങൾ ഉണ്ടാകും. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത സ്ഥാനക്കയറ്റം വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ചില പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സാധിക്കാതെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പരദൂഷണം മൂലം ഉള്ള അപകീർത്തിയിൽ നിന്ന് മുക്തി നേടും. ഇവർ 11, 99 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്നതോ 20, 21 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്നതോ ആയ ലോട്ടറി ഈ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അവിചാരിതമായിട്ട് മുടങ്ങിപ്പോയ പല പ്രവൃത്തികളും പൂർത്തീകരിക്കാനും ഈ കാലഘട്ടത്തിൽ സാധിക്കും. ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവതാ ദർശനവും വഴിപാടും നടത്തുക. മുടിപ്പുരയിൽ ഭദ്രകാളിക്ക് മധുപൂജ നടത്തുക. ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്തുക. ശൂലിനി യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഗുണം വർദ്ധിപ്പിക്കും. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടാനും അത് 100% വിജയിക്കാനും സാധ്യതകൾ കൂടുതലാണ്. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ മേൽക്കൈ നേടാൻ സാധിക്കും. നഷ്ടപ്പെട്ട ധനമോ സമ്പത്തോ കൈവശമാകും. തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരുവാൻ അവസരം വന്നു ചേരും. കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. ജാഗ്രത പാലിക്കുക. പുതിയ അറിവുകൾ നേടാനായിട്ട് പരിശ്രമിക്കും. പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും നല്ല സമയമാണ്. ദാനധർമാദികൾ നിർവഹിക്കും. മാനസിക അസ്വസ്ഥതകൾക്കും ശാരീരിക ക്ഷതങ്ങൾക്കും സാധ്യത കാണുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണം. ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അമിത മാനസിക സമ്മർദ്ദങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതുപോലെ ചില മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നവർക്കത് സാധിക്കും. ലഹരിക്ക് അടിമപ്പെട്ടവർ
അതിൽ നിന്ന് മുക്തി നേടുന്ന സാധ്യതകൾ കൂടി കാണുന്നു. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ളൊരു യോഗവും ഈ സമയത്ത് ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പൗർണമി തോറും ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക, നവഗ്രഹങ്ങൾക്ക് ധാന്യസമർപ്പണവും അർച്ചനയും നടത്തുക, കർമ്മദേവതാ സ്ഥാനങ്ങളിൽ എണ്ണ, തിരി, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മൂലം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തുഷ്ട വിവാഹത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സമൂഹമധ്യത്തിൽ അംഗീകാരം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ഈ വർഷം തന്നെ ലഭിക്കും. പുതിയ പദ്ധതികൾക്ക് ഇറങ്ങിപ്പുറപ്പെടുകയും അത് 100% വിജയിക്കുകയും ചെയ്യും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. പുതിയ ബന്ധങ്ങളിലൂടെ ഗുണം ഉണ്ടാകും. സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇവരുടെ ഊഹാപോഹങ്ങൾ പലതും സത്യമായിട്ട് വരുന്ന സമയമാണ്. വസ്തുനിഷ്ഠമായി പഠിക്കാതെ ഒരു കാര്യത്തിലും പ്രതികരിക്കരുത്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ദൂരദേശത്ത് തൊഴിൽ മാറ്റത്തിന് ചില സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ കുറഞ്ഞു തുടങ്ങും. നീട്ടിവെച്ച കല്യാണ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകും. സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും. അനാവശ്യ കടബാധ്യതകൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനവും ഉണ്ടാകും. കർമ്മരംഗത്ത് ഉജ്ജ്വല നേട്ടം കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സർക്കാർ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാനും സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം ശാസ്താവിന് ഭസ്മാഭിഷേകം, നീരാജനം, എള്ളുപായസം, മഹാവിഷ്ണുവിന് പാലഭിഷേകം, പാൽപായസം, തുളസിമാല എന്നിവ നടത്തുക. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഉത്തമമാണ്. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കുടുംബത്തിൽ ഉള്ള അസ്വസ്ഥതകൾ മാറി ഭാഗ്യത്തിൻ്റെ ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും സംതൃപ്തി പ്രതീക്ഷിക്കാം. ദുർവാശി മൂലം സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ഈ കാലഘട്ടത്തിൽ നോക്കണം. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാൻ ആകും. അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നു. മാസ അവസാനം ഗൃഹ അന്തരീക്ഷം അനുകൂലമായിട്ട് വരും. വാഹനം വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനും സമയം അനുകൂലം. കുട്ടികളുടെ പഠന വൈകല്യം മാറ്റിയെടുക്കുവാൻ സാധിക്കും. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹ യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിവാഹാനന്തരം സാമൂഹിക വിജയം കൈവരും. കുടുംബക്കാരുടെ സഹകരണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും. നിയമ പോരാട്ടങ്ങളിൽ സംയമനം പാലിക്കണം. വസ്തു തർക്കത്തിൽ അനുകൂല വിധി ഉണ്ടാകും. വസ്തു വിൽപ്പനയ്ക്കുള്ള തടസ്സം മാറിക്കിട്ടും. കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കാനും സാധിക്കും. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഹനുമാന് വടമാല, വെണ്ണച്ചാർത്ത്, ശ്രീരാമന് നെയ്വിളക്ക്, ശിവന് ജലധാര, അർച്ചന, ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുക. സ്വയംവര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ 2024 ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതൽ ഗുണം നൽകും. ഇനി ചതയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്ത് മുന്നേറുന്ന ദിവസങ്ങളാണ് 2024. കുടുംബത്തിൽ സന്തോഷത്തിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ദേശാന്തരവാസത്തിലൂടെ നേട്ടങ്ങൾ നേടുന്ന ദിവസങ്ങളാണ് വരുന്നത്. വിദേശയാത്രയ്ക്കും യോഗമുണ്ട്. സംസാരത്തിലും പ്രവൃത്തിയിലും പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യാവസ്ഥ അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിഗമനത്തിൽ എത്തണം. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ ഈ വർഷം നീങ്ങി. 2024 അവസാനിക്കും മുൻപ് സന്തുഷ്ട വിവാഹത്തിനും യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ചില പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ
സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കും. എല്ലാ സമയത്തും കുടുംബക്കാരുടെ സഹകരണം ഇവർക്ക് ഉണ്ടാകും. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം മാറും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. അന്യദേശത്ത് നിന്ന് ധനയോഗവും ഇവർക്ക് കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ കടുംപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.